ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7 ആനുവൽ എക്സാം 2025 വരെയാണല്ലോ. സോ ദ ഇംഗ്ലീഷിൽ ഡയറി എൻട്രി പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇമാജിൻ യു ആർ രാഞ്ചി. റൈറ്റ് എ ഡയറി എൻട്രി എക്സ്പ്രസിങ് യുവർ ഫീലിംഗ്സ് ആഫ്റ്റർ ലൂസിങ് ദ ബാറ്റ്. അപ്പോൾ നമുക്കറിയാം, ഒരു ഡയറി എൻട്രി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹാവ് എ ഡേറ്റ്. 15th October 2024 എഴുതി. ഇനി ഡയറിയിലാണ് എഴുതുന്നത്. സോ വി ക്യാൻ റൈറ്റ് ആസ് ഡിയർ ഡയറി. ഐ ഫീൽ ടെറിബിൾ ടുഡേ. ഐ ലോസ് മിസ്റ്റർ കുമാർസ് ബാറ്റ് ഓൺ ദ ബസ്. ഐ ഡോണ്ട് നോ ഹൗ ഐ ഫോർഗോട്ട് ഇറ്റ്. വിതൗട്ട് ദാറ്റ് ബാറ്റ് ഹൗ വിൽ ഐ ഫേസ് ദ നെക്സ്റ്റ് മാച്ച്? My team is counting on me. I hope Mr. Kumar won't be mad at me. I must stay strong and remember what he said about believing in yourself. അപ്പോൾ ഓരോ ലൈൻ്റെ മീനിങ്സ് നമുക്ക് നോക്കാം. എന്താണ്? ഐ ഫീൽ ടെറിബിൾ ടുഡേ. ഇന്ന് എനിക്ക് ഭയങ്കര അപ്പോൾ നമ്മൾ ഡയറിയിൽ എഴുതുമ്പോൾ മാക്സിമം എക്സ്പ്രഷൻ ഇട്ട്, അതായത് നമ്മളുടെ ഒരു ഫീലിങ്സ് ആണ്, അല്ലെങ്കിൽ ആരുടെ ഫീലിങ്സ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഒരു എക്സ്പ്രഷനോടുകൂടി വേണം എഴുതാനായിട്ട്. എന്ന് പറഞ്ഞാൽ വളരെ സങ്കടത്തിലാണ്. കാരണം എന്താ, മിസ്റ്റർ കുമാർ എനിക്ക് തന്ന ബാറ്റ് നഷ്ടപ്പെട്ടു ബസ്സിൽ. എങ്ങനെയാണ് ഞാനത് മറന്നു വെച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആ ബാറ്റില്ലാതെ ഞാൻ എങ്ങനെ നെക്സ്റ്റ് മാച്ച് ഫേസ് ചെയ്യും? എൻ്റെ ടീം എന്നെയാണ് ജയിക്കാനായിട്ട്, ഞാനുണ്ടെങ്കിൽ ജയിക്കും എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ഐ ഹോപ്പ് മിസ്റ്റർ കുമാർ വോണ്ട് ബി മാഡ് അറ്റ് മീ. എൻ്റെ നേരെ ദേഷ്യപ്പെടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? സ്റ്റേ സ്ട്രോങ്. നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ആൻഡ് റിമെമ്പർ വാട്ട് ഹി സെഡ് അബൌട്ട് ബിലീവിങ് ഇൻ മൈസെൽഫ്. എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ കളി ജയിക്കുന്നു. സോ അത് ഞാൻ എപ്പോഴും ഓർക്കണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2, റൈറ്റ് എ ഡയറി എൻട്രി ഫ്രം മിസ്റ്റർ കുമാർസ് പെർസ്പെക്റ്റീവ് ആഫ്റ്റർ രഞ്ജി ലോസ് ദ ബാറ്റ്. ഇനി മിസ്റ്റർ കുമാറിൻ്റെ ആ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഈ ഡയറി എഴുതേണ്ടത്. മിസ്റ്റർ കുമാർ എന്തായിരിക്കും ഈ ബാറ്റ് ലോസ്റ്റായി എന്ന് അറിഞ്ഞിട്ട് എന്തായിരിക്കും ഡയറിയിൽ അന്ന് എഴുതണ്ടാവാന്ന്. സെയിം തിങ്, ഡേറ്റ് എഴുതാം, 16th October 2024. ഡിയർ ഡയറി, poor Ranji. He is so upset about losing the bat. But I believe this is a chance for him to realize that the real magic is in him, not the bat. I'll remind him that confidence and hard work matter the most. Ranji has the talent, he just needs to believe in himself. അപ്പോൾ എന്തായിരിക്കും? പാവം രഞ്ജി, അവൻ ഒത്തിരി അപ്സെറ്റാണ്. എന്തുകൊണ്ടാണ് അപ്സെറ്റായത്? ബാറ്റ് നഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നത് എന്താണ്, ഇത് അവന് കിട്ടിയൊരു ചാൻസാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, റിയൽ മാജിക് എന്ന് പറയുന്നത് ബാറ്റിലല്ല, അവനിൽ തന്നെയാണ് റിയൽ മാജിക് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമാണിത്. ഞാൻ അവനെ ഓർമ്മിപ്പിക്കും. കോൺഫിഡൻസും ഹാർഡ് വർക്കുമാണ് ഏറ്റവും കൂടുതൽ വർക്കാവുക, അല്ലാതെ മാജിക് ബാറ്റല്ല. രഞ്ജിക്ക് നല്ല ടാലൻ്റ് ഉണ്ട്. ജസ്റ്റ് എന്താണ് അവന് വേണ്ടത്? എന്താണ്? ബിലീവ് ഇൻ ഹിംസെൽഫ്. ആത്മവിശ്വാസത്തോടുകൂടി കളിക്കണം എന്ന് മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3, റൈറ്റ് എ ഡയറി എൻട്രി ഫ്രം ആൽബർട്ട്സ് പെർസ്പെക്റ്റീവ് ഓൺ ദി ഡേ ഓൾബ്രറ്റ് റിട്ടേൺ ഹോം. അപ്പോൾ അതുപോലെ ആൻസർ ചെയ്ത് എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ആൽബർട്ടിൻ്റെ പെർസ്പെക്റ്റീവിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓൾബ്രറ്റ് റിട്ടേൺ ഹോം, വീട്ടിൽ വന്ന ശേഷമുള്ള ആൽബർട്ടിൻ്റെ ആ ഡയറി എൻട്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഇതാണ്. ഓഫ് കോഴ്സ് 5th March 2024. ഡിയർ ഡയറി, Albrecht has returned home today. I'm proud of him. My hands hurt from years in the mines. His success makes me feel proud. I know I will never create art, but my sacrifice helped my brother achieve his dreams. That's enough for me. അപ്പോൾ എന്താണ് ആൽബർട്ട് പറഞ്ഞിരിക്കുന്നത്? ഓൾബ്രെറ്റ് വീട്ടിലേക്ക് ഇന്ന് തിരിച്ചു വന്നു. ഞാൻ ഒത്തിരി അവനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ഐ പ്രൗഡ് ഓഫ് ഹിം. എൻ്റെ കൈകൾ ഒത്തിരി വേദനിച്ചിട്ടുണ്ട് കുറേ വർഷങ്ങളായിട്ട്. എന്തുകൊണ്ടാണ്? ഞാൻ മൈൻസിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവൻ്റെ ആ വിജയം എന്നെ വളരെ പ്രൗഡാക്കുന്നു. എനിക്കറിയാം, എനിക്ക് ഒരിക്കലും ഒരു ആർട്ട്, ഒരു പെയിൻറ്റിങ് ഒന്നും ചെയ്യാൻ എനിക്ക് കഴിവില്ല. പക്ഷേ എൻ്റെ ഈ ത്യാഗം, സാക്രിഫൈസ്, എൻ്റെ ബ്രദറിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. എന്തിനു ഹെൽപ്പ് ചെയ്തു? ടു അച്ചീവ് ഹിസ് ഡ്രീംസ്. അവൻ്റെ സ്വപ്നം സഫലമാകാനായിട്ട് എൻ്റെ ഈ ത്യാഗം വളരെ ഹെൽപ്പ് ചെയ്തു. അത് മാത്രം മതി എനിക്ക് എന്നാണ് ഇവിടെ ഒരു തോട്ടായിട്ട് എഴുതിയിരിക്കുന്നത് ഡയറിയിൽ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4, റൈറ്റ് എ ഡയറി എൻട്രി ഫ്രം ഓൾബ്രറ്റ്സ് പെർസ്പെക്റ്റീവ് ഓൺ കംപ്ലീറ്റിംഗ് പ്രെയിൻ ഹാൻഡ്സ്. ഇപ്പോൾ പ്രെയിൻ ഹാൻഡ്സ് ആൾ വരച്ച ശേഷം
ഓൾബ്രറ്റ് അന്ന് രാത്രിയിൽ എഴുതിയിരുന്ന ഡയറി എൻട്രിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ ദ ആൻസർ. ഡേറ്റ് 10th March 2024. Dear diary, I finished the drawing today. Praying hands. It's for Albert, who gave up everything for me. His hands once strong now bear the marks of sacrifice. I hope the world sees his strength through my art. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓൾബ്രറ്റ്, ഞാനിന്ന് ഡ്രോയിങ് ഫിനിഷ് ചെയ്തു. ഇത് ഡ്രോയിങ് ആണ്. പ്രേയിങ് ഹാൻഡ്സ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് ആൽബർട്ടിന് വേണ്ടിയിട്ടാണ്. ഹു ഗേവ് അപ്പ് എവറിത്തിങ് ഫോർ മീ. എനിക്ക് വേണ്ടി എല്ലാം ത്യജിച്ച ആളാണ് എൻ്റെ ബ്രദർ. അവൻ്റെ കൈകൾ സ്ട്രോങ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഒത്തിരി ത്യാഗത്തിൻ്റെ മാർക്കുകളാണ് അവൻ്റെ കയ്യിലുള്ളത്. ഞാൻ വിചാരിക്കുന്നു എൻ്റെ ബ്രദറിൻ്റെ സ്ട്രെങ്ത്താണ് എൻ്റെ ആർട്ടിലൂടെ ലോകം കാണാൻ പോകുന്നത്. Question number 5. Write a diary entry from Joseph's perspective when he sees a yellow umbrella. അപ്പോൾ യെല്ലോ അംബ്രella കണ്ടു കഴിഞ്ഞപ്പോഴുള്ള ജോസഫിൻ്റെ ഒരു ഡയറി എൻട്രിയാണ്, തോട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. So let's see the answer. Date 20th December 2024. Dear diary, I saw a yellow umbrella today. It brought back memories of that rainy day when Papa left me at the orphanage. The umbrella was the last thing I saw as he walked away. I wonder if I will ever see him again. Maybe one day the yellow umbrella will bring us back together. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് ചാപ്റ്റർ. ഐ സോ, ഇന്ന് ഞാനൊരു യെല്ലോ മഞ്ഞ കളറിലുള്ള അംബ്രല്ല കണ്ടു. ഇതെൻ്റെ ഒത്തിരി മെമ്മറീസിലേക്ക് എന്നെ കൊണ്ടുപോയി. ഏത് ഡേ നല്ലൊരു മഴ ദിവസം പപ്പ എന്നെ ഓർഫനേജിൽ കൊണ്ടുവച്ച ആ ദിവസമാണ് എനിക്ക് ഓർമ്മ വന്നത്. അംബ്രല്ലയായിരുന്നു ലാസ്റ്റ് തിങ് ഐ സോ. എൻ്റെ പപ്പ നടന്നു പോകുമ്പോൾ ഞാൻ ലാസ്റ്റ് കണ്ടത് അംബ്രല്ലയായിരുന്നു. ഞാൻ വിചാരിക്കുകയാണ്, ഐ വണ്ടർ ഇഫ് ഐ വിൽ എവർ സീ ഹിം അഗെയിൻ. ഒന്നുകൂടി എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. മേ ബി വൺ ഡേ, ഒരു ദിവസം ഈ യെല്ലോ അംബ്രല്ല തന്നെ ഞങ്ങളെ ഒരുമിപ്പിക്കും എന്നാണ് ആ തോട്ടായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. റൈറ്റ് എ ഡയറി എൻട്രി ഫ്രം ഹിലാരിയോസ് പെർസ്പെക്റ്റീവ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഫിലിം അംബ്രല്ല. ഇനി ഹിലാരിയോയുടെ ഡയറി എൻട്രിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഫിലിം അംബ്രല്ല ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ളത്. Date 25th December 2024. Dear diary, today we completed the film Umbrella. Joseph's story touched my heart from the beginning. It took years, but I hope this film shows the power of hope and empathy. His longing for his father reminded me that stories can heal. I believe this film will inspire many. ഇന്ന് ഞാൻ ഫിലിം കംപ്ലീറ്റ് ചെയ്തു, അംബ്രella. തുടക്കം മുതലേ ജോസഫിൻ്റെ ഈ സ്റ്റോറി എന്നെ ടച്ച് ചെയ്തിരുന്നു. ഇത് പൂർത്തിയാവാൻ കുറേ വർഷമെടുത്തെങ്കിലും ഈ ഒരു സിനിമ സഹാനുഭൂതിയുടെയും പ്രതീക്ഷയുടെയും ഒരു പവർ, ശക്തി കാണിക്കുന്ന ഒരു സിനിമയെ മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കഥകൾക്ക് മുറിവുണക്കാൻ കഴിയുമെന്ന് അവൻ്റെ ഫാദറിനെ കാണാനുള്ള ഒരു ആഗ്രഹം എന്നെ ഓർമ്മിപ്പിക്കും. എൻ്റെ ഈ ഫിലിം ഒത്തിരി ആളുകളെ ഇൻസ്പയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. Then let's move on to the question number 7. Write a diary entry about a memorable day at school when you achieved something special. നിങ്ങളുടെ സ്കൂളിൽ ഒരു മെമ്മറബിൾ ഡേ, അന്ന് നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അച്ചീവ് ചെയ്ത ഒരു ഡേയുടെ ഡയറിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് 2nd February 2024. ഡിയർ ഡയറി, വാട്ട് എ ഡേ. ഇപ്പോൾ കണ്ടോ, നമ്മൾ സ്റ്റാർട്ടിങ് മിക്കപ്പോഴും എഴുതുമ്പോൾ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് എന്തെങ്കിലും എഴുതാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു റൈറ്റ് ആസ് എൻ ഡയറി എൻട്രി. I won the inter-school essay competition. My teachers and friends congratulated me. All those late nights and hard work paid off. I feel proud and grateful for the support I received. I learned that believing in myself is the key to success. ഓ, എന്ത് ദിവസമായിരുന്നു എന്ന്. വാട്ട് എ ഡേ. ഞാൻ ഇന്ന് ഇൻ്റർ-സ്കൂൾ എസ്സേ കോമ്പറ്റീഷനിൽ ജയിച്ചു, ഫസ്റ്റ് ടൈം. എൻ്റെ ടീച്ചേഴ്സും ഫ്രണ്ട്സും എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. ഒത്തിരി ദിവസങ്ങളിലെ ലേറ്റ് നൈറ്റ്സ്, അതിൻ്റെ ഒരു പ്രാക്ടീസ് അല്ലേ, ലേറ്റ് നൈറ്റ്സും പിന്നെ ഞാൻ ചെയ്ത ഹാർഡ് വർക്കും ഇന്നാണ് അതിൻ്റെ വില എനിക്ക് കിട്ടിയത്. എനിക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നു. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി നന്ദിയുമുണ്ട്. പിന്നെ എന്നിൽ തന്നെ വിശ്വസിക്കുന്നതാണ് സക്സസിൻ്റെ കീ എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി.
The next one, the last question is, write a diary entry about a time when you faced a challenge and overcame it. അതായത് ഒരു ചലഞ്ച് നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ ഓവർകം ചെയ്തു. January 2024, any date you can write. Dear diary, today I overcame my fear of public speaking. I had to give a speech in front of the whole school. My hands were shaking, but I remembered the encouraging words of my teacher. I spoke confidently and everyone clapped. I learned that challenges make us stronger if we face them with courage. ഇന്ന് എൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക് പബ്ലിക് സ്പീക്കിങ്ങിൽ. ആ പേടി ഇന്ന് ഞാൻ മാറ്റിയെടുത്തു. എങ്ങനെയാണ്? എനിക്കൊരു സ്പീച്ച് പറയണമായിരുന്നു മൊത്തം സ്കൂൾ അസംബ്ലിയിൽ. അപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കുകയായിരുന്നു. ബട്ട് ഞാൻ അപ്പോഴാണ് ഓർത്തത്, എൻ്റെ ടീച്ചറുടെ എൻകറേജ് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ എൻ്റെ ഓർമ്മയിൽ വന്നു. ഞാൻ നല്ലപോലെ സംസാരിച്ചു, കോൺഫിഡൻസോടുകൂടി സംസാരിച്ചു. എല്ലാവരും കൈയടിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ധൈര്യത്തോടുകൂടി നേരിടുമ്പോൾ എന്ത് പറ്റാത്ത കാര്യം എനിക്ക് പറ്റും എന്നുള്ള കാര്യം എനിക്കിന്ന് മനസ്സിലായി. ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ചിൽഡ്രൻ.